നമസ്കാരം. കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. 2004 YS രാജശേഖര റെഡ്ഡി എന്ന ശക്തനായ കോൺഗ്രസ്സുകാരൻ ആന്ധ്രാപ്രദേശിൻ്റെ മുഖ്യമന്ത്രിയായിട്ട് ആദ്യമായി അധികാരത്തിലേറുന്നത്. എങ്ങനെയാണ് അദ്ദേഹം അധികാരം പിടിക്കുന്നത് എന്ന് ചോദിച്ചാൽ അദ്ദേഹം അതിനു മുമ്പായിട്ട് സംസ്ഥാനത്തുടനീളം പദയാത്രകൾ നടത്തി, ചെരുപ്പിട്ടും ചെരുപ്പിടാതെയുമൊക്കെ. പിൽക്കാലത്ത് മലയാളത്തിൻ്റെ മമ്മൂട്ടി ഈ സംഭവം വെച്ചിട്ട് ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ആ സിനിമയുടെ പേര് യാത്ര എന്നാണ്. ഇനി കാര്യത്തിലേക്ക് വരാം. അദ്ദേഹം ആ യാത്രയിൽ തൻ്റെ സംസ്ഥാനത്തെ പാവപ്പെട്ടവരും കർഷകരുമായിട്ടുള്ള ആളുകളുടെയൊക്കെ വിഷമങ്ങളും സങ്കടങ്ങളുമൊക്കെ നേരിട്ട് കണ്ട് ചോദിച്ചറിഞ്ഞുള്ള ഒരു യാത്രയായിരുന്നു. ദിവസങ്ങളും മാസങ്ങളും നീണ്ടുനിന്ന യാത്ര. അവസാനം ആ യാത്രയുടെ ഫലമായിട്ട് ജനങ്ങൾ അദ്ദേഹത്തെ മുഖ്യമന്ത്രി കസേരയിൽ വാഴിച്ചു. 2009 അദ്ദേഹം ഒരു ഹെലികോപ്റ്റർ അപകടത്തിൽ മരണപ്പെടുകയൊക്കെ ചെയ്തു. പക്ഷേ പറഞ്ഞു വന്നത്, ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി പ്രവർത്തിച്ചാൽ, അവരോട് നേരിട്ട് സംവദിച്ചാൽ, സംസാരിച്ചാൽ എന്തായിരിക്കും അവർ തിരിച്ചു കൊടുക്കുന്ന പ്രതിഫലം എന്നതാണ്. അദ്ദേഹത്തിന് മുഖ്യമന്ത്രി പദവി കിട്ടി. ഇനി 2013 പകുതിയോടുകൂടി ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദിയെ BJPയുടെ കേന്ദ്ര നേതൃത്വം പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി നിശ്ചയിക്കുന്നു. തുടർന്ന് അദ്ദേഹം ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം 100 കണക്കിന് റാലികൾ നടത്തി. അന്ന് അദ്ദേഹം സ്കോർപിയോ വാഹനത്തിലായിരുന്നു സഞ്ചരിച്ചുകൊണ്ടിരുന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഒരുപാട് റാലികൾ അദ്ദേഹം നടത്തി. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകളോട് അദ്ദേഹം നിരന്തരം സംവദിച്ചു. അതിൻ്റെ ഫലം നമ്മൾ കണ്ടതാണ്. 2014 ഒറ്റയ്ക്ക് ഭൂരിപക്ഷത്തോടെ അദ്ദേഹം പ്രധാനമന്ത്രി സ്ഥാനത്തെത്തി. ഇപ്പോഴും അദ്ദേഹം അവിടെ തന്നെ ഇരിക്കുന്നു. ഇനി ഇതിൻ്റെ രണ്ടിൻ്റെയും ചുവട് പിടിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ PR ടീം രാഹുൽ ഗാന്ധിയോട് പറഞ്ഞു, 2011 മുതൽ അദ്ദേഹം ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം സഞ്ചരിക്കാൻ തുടങ്ങി. അദ്ദേഹം കെട്ടിയാടാത്ത വേഷമില്ല. നോക്കൂ, അദ്ദേഹം കർഷകനായി, അദ്ദേഹം പാചകക്കാരനായി, അദ്ദേഹം ലോഡിങ്ങുകാരനായി, അദ്ദേഹം മരപ്പണിക്കാരനായി, അദ്ദേഹം മെക്കാനിക്കായി, അദ്ദേഹം അതിൻ്റെ ഇടയ്ക്ക് കുംഫുവും കരോട്ടയുമൊക്കെ ചെയ്തു. ജനങ്ങളുടെ ഇടയിലൂടെ ഇറങ്ങി നടക്കുന്ന ആളാണ് എന്ന് തോന്നിപ്പിക്കാൻ വേണ്ടി സാധാരണക്കാരെ പോലെ അദ്ദേഹം ബിഹേവ് ചെയ്തു. അതുകൂടാതെ 2 ജോഡോ യാത്രകൾ നടത്തി. ഈ 2-3 വർഷങ്ങൾ കൊണ്ട് കെട്ടിയാടാവുന്ന സകലമാന വേഷങ്ങളും രാഹുൽ ഗാന്ധി കെട്ടിയാടി. ഒരുപക്ഷെ പല വേഷങ്ങൾ ഇതേപോലെ കെട്ടിയാടിയിട്ടുള്ള ഒരു വ്യക്തിയെ ഒരുപക്ഷെ പുരുഷന്മാർക്കൊക്കെ അറിയാമായിരിക്കും, ചില സ്ത്രീകൾക്കും അറിയാമായിരിക്കും. ജോണിക്കുട്ടൻ എന്നൊക്കെ അപരനാമത്തിൽ അറിയപ്പെടുന്ന ജോണി സിന്നാണ് അതുപോലെ ഈ രാഹുൽ ഗാന്ധിയേക്കാൾ അല്ലെങ്കിൽ അതേപോലെ തന്നെ ഇത്രയേറെ വേഷങ്ങൾ കെട്ടിയാടിയിട്ടുള്ള മറ്റൊരാൾ. വേറെ ആരെങ്കിലും ഇത്രയേറെ വേഷങ്ങൾ കെട്ടിയാടിയിട്ടുണ്ടോ എന്നറിയില്ല. ഈ ജോണിക്കുട്ടൻ ഒരുപാട് വേഷങ്ങൾ കെട്ടിയിട്ടുണ്ട്. പിസ്സ ഡെലിവറി ബോയ് ആയിട്ടുണ്ട്, ഡോക്ടറായിട്ടുണ്ട്, വക്കീലായിട്ടുണ്ട്, മെക്കാനിക്കായിട്ടുണ്ട്, ഇലക്ട്രീഷ്യനായിട്ടുണ്ട്, ചില സമയത്തൊക്കെ രോഗിയായിട്ട് പോലും അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരം നിരവധി വേഷങ്ങൾ കെട്ടിയാടിയ ആളാണ് ജോണിക്കുട്ടനെങ്കിൽ അതിലും ഒരുപടി കൂടുതൽ വേഷങ്ങൾ കെട്ടിയാടിയ മനുഷ്യനാണ് ഈ രാഹുൽ ഗാന്ധി എന്ന് പറയേണ്ടിയിരിക്കുന്നു. അദ്ദേഹം മീൻ പിടിക്കാൻ കടലിൽ ഇറങ്ങി വെള്ളത്തിൽ ചാടുന്ന രംഗം വരെ നമ്മൾ കണ്ടിട്ടുണ്ട്. കെട്ടിയാടാത്ത ഒരു വേഷവുമില്ല. ആ പാവപ്പെട്ടവൻ തലയിൽ പെട്ടി ചുമക്കുന്ന കാഴ്ച വരെ നമ്മൾ കണ്ടതാണ്. ട്രോളി ബാഗുകളാണ് തലയിൽ കൂടെ ചുമന്നത്. അത് വലിച്ചുകൊണ്ട് പോകാവുന്ന ബാഗാണ്. എന്നിട്ട് കൂടി തലയിൽ ചുമന്നുകൊണ്ട് പോയ രാഹുൽ ഗാന്ധിയെ നമ്മൾ കണ്ടു. അങ്ങനെ വോട്ടിന് വേണ്ടിയിട്ട് ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു. കെട്ടാവുന്ന സകലമാന വേഷങ്ങളും കെട്ടി. എന്നിട്ടും നേടാൻ പറ്റിയത് 99 സീറ്റാണ്. ആദ്യ സമയത്ത്, അതായത് റിസൾട്ട് വന്ന ആ സമയത്ത് ഭയങ്കര ആഹ്ലാദമായിരുന്നു. കിങ് ഈസ് ബാക്ക് എന്നൊക്കെയായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ഫോട്ടോ വെച്ചിട്ട് കോൺഗ്രസ്സുകാർ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇവരുടെ ആഹ്ലാദം കണ്ടാൽ നമ്മൾ വിചാരിക്കുക ഇവർ 100-ലാണ് 99 സീറ്റ് നേടിയതെന്നാണ്. എന്നാൽ 543-ലാണ് 99 സീറ്റ് നേടിയതെന്നും സത്യം മനസ്സിലാക്കുമ്പോഴാണ് അപ്പോഴും തോറ്റ് തൊപ്പിയിട്ടിരിക്കുകയാണ് എന്നവർ നമുക്ക് മനസ്സിലാകുന്നത്. എന്നിട്ടും അതെന്തോ വിജയം പോലെയാണ് അവർ കൊട്ടിഘോഷിച്ച് കൊണ്ടുകടന്നത്. ഓർക്കുക, രാഹുൽ ഗാന്ധിയുടെ സ്ഥാനത്ത് മറ്റാരെങ്കിലുമായിരുന്നുവെങ്കിൽ, കുറച്ചെങ്കിലും കഴിവുള്ള മറ്റാരെങ്കിലുമായിരുന്നെങ്കിൽ 2021 മുതൽ അദ്ദേഹം കെട്ടിയാടിയ വേഷവും ചെയ്ത പ്രവൃത്തികളും നടത്തമൊക്കെ നോക്കിയാൽ അദ്ദേഹം നിസ്സാരമായിട്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി സ്ഥാനത്ത് എത്തേണ്ടതാണ്. പക്ഷേ രാഹുൽ ഗാന്ധി ഒരു പപ്പുവാണ് എന്ന് ഉത്തരേന്ത്യക്കാർക്ക് വളരെ നന്നായിട്ട് തന്നെ അറിയാം. അപ്പോഴും ചിലർ വിചാരിക്കും 99 സീറ്റ് കിട്ടിയില്ലേന്ന്. 99 സീറ്റ് കിട്ടിയത് 10-23ഓളം പാർട്ടികളെ ഒന്നിച്ച് ചേർത്ത് അവരുടെ ദയയിൽ കിട്ടിയ സീറ്റുകൾ മാത്രമാണ്. കോൺഗ്രസും BJPയും നേരിട്ട് ഏറ്റുമുട്ടിയ ഇടങ്ങളിലെല്ലാം 90% ജയിച്ചത് BJP ആണ് എന്ന് മനസ്സിലാക്കുക. ഉത്തർപ്രദേശിൽ സീറ്റുകൾ നേടിയത് കോൺഗ്രസ് അല്ല എന്നും മനസ്സിലാക്കുക. അവിടെ
അഖിലേഷ് യാദവിൻ്റെ സമാജ്വാദി പാർട്ടിയാണ് കൂടുതൽ സീറ്റുകൾ നേടിയത്. അങ്ങനെ മറ്റു സഖ്യകക്ഷികളുടെ ദയാദാക്ഷിണ്യത്തിൽ മാത്രം ലഭിച്ചതാണ് ഈ 99ഓളം സീറ്റ്. മറിച്ച് അവർ ഒറ്റയ്ക്കായിരുന്നു മത്സരിച്ചിരുന്നെങ്കിൽ 30 സീറ്റുകൾ പോലും അവർക്ക് തയ്ക്കാൻ പറ്റില്ലായിരുന്നു എന്ന കാര്യം ഒരു തർക്കവുമില്ല. അപ്പോൾ വീണ്ടും ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു, ഈ അടുത്ത കാലത്ത് ഇത്രയേറെ വേഷം കെട്ടിയാടി ഇത്രയും നടന്ന മഴയത്ത് പോലെ നിന്ന് പ്രസംഗിച്ചിട്ടും ഇങ്ങനെയൊക്കെ ചെയ്തു കൂട്ടിയിട്ടും ഇന്ത്യയിൽ അദ്ദേഹത്തിന് പ്രധാനമന്ത്രിയാവാൻ പറ്റിയില്ല എങ്കിൽ ആ മനുഷ്യൻ അത്രയേറെ മണ്ടനാണ് എന്ന് ജനങ്ങൾ വിശ്വസിക്കുന്നതുകൊണ്ട് മാത്രമാണ്. ഇതിനു മുമ്പ് പലരും ജനങ്ങളുടെ ഇടയിൽ നിന്ന് ഇങ്ങനെ പ്രവർത്തിച്ചപ്പോൾ ജനങ്ങൾ അവരെ വലിയ ഭൂരിപക്ഷത്തോടെ ഈ രാജ്യത്ത് ഭരണത്തിലേറ്റിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് രാഹുൽ ഗാന്ധിക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ യാതൊരു പ്രസക്തിയുമില്ല എന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുന്നത്. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.